ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. കൃത്യമായ ഇടവേളകളിൽ ഓക്സിജൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുകയാണ്. അതേസമയം പോപ്പ് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഡോക്ടർ ലൂയിജി കാർബോൺ അറിയിച്ചു. ജമീലി ആശുപത്രിയിലാണ് മാർപ്പാപ്പയുടെ ചികിത്സ തുടരുന്നത്. ഐസൻ, അതായത് മാർപ്പാപ്പയുടെ ആരോഗ്യനില അത് അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നിലവിലെ ആരോഗ്യനില? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ആശങ്ക, അല്ലെങ്കിൽ ഫെബ്രുവരി 14-15 ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ തന്നെ സ്ഥിരീകരിച്ചിരുന്നത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മറ്റു പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായി ഉണ്ട്. അദ്ദേഹത്തിന് 88 വയസ്സായ വ്യക്തിയാണ്. സ്വാഭാവികമായും പ്രായാധിക്യത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില രോഗങ്ങളുടെയും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയമായി, ഒരു മെഡിക്കൽ വിഷയമായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ തന്നെ 21 വയസ്സുള്ളപ്പോഴൊക്കെ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു. അത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു പശ്ചാത്തലം കൂടിയുള്ള ശ്വാസകോശങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. സ്വാഭാവികമായും അതിൽ അണുബാധ ഉണ്ടാകുമ്പോൾ കുറേ കൂടി ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സങ്കീർണാവസ്ഥയെ വർദ്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റുകളും അതുപോലുള്ള അനുബന്ധമായ ചികിത്സകളെല്ലാം നൽകുകയും രാത്രികളിലും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നോർമൽ ഓക്സിജൻ സപ്ലിമെൻറ്റേഷൻ നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചികിത്സ ഇനിയും ഒരാഴ്ച കൂടി തുടരണം. ആശങ്കാജനകമായ സാഹചര്യമില്ല എങ്കിൽ കൂടി അപകടനില തരണം ചെയ്തിട്ടില്ല. കൃത്യമായ മെഡിക്കൽ നിരീക്ഷണം അനിവാര്യമായൊരു ഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജമേലി ആശുപത്രിയിൽ തുടരാനുള്ള സാഹചര്യമാണുള്ളത്. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ ചികിത്സ തുടരണമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം, അദ്ദേഹത്തിൻ്റെ അനുബന്ധമായ നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങൾ, പ്രായാധിക്യം, അതുപോലെ തന്നെ ഈ ന്യൂമോണിയ ബാധയുടെ കാഠിന്യം, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഗൗരവതരമായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ലൂയിജി കാർബോൺ എല്ലാം തന്നെ അക്കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്നാൽ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം, മാർപ്പാപ്പ മാനസികമായി വളരെ ഉല്ലാസവാനാണ്. അദ്ദേഹം ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം വളരെ നർമ്മബോധത്തോടെ സംസാരിക്കുന്നൊരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള തമാശകളൊക്കെ പറഞ്ഞ് മനസ്സ് ആശ്വാസകരമായൊരു മനസ്സിൻ്റെ ഉടമയായി തന്നെ അദ്ദേഹം കഴിയുന്നു എന്ന പ്രതീക്ഷാ നിർഭരമായൊരു വാർത്തയും ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട്. നിഖിൽ. ശരി ഐസൻ, ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. വിവരം നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.